ഹലോ എവരിവൺ, വെൽക്കം ടു സി എസ് സമ്മിറ്റ്. ഞാൻ അനുജ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെബ്രുവരി 2025 ഇമ്പോർട്ടൻറ്റ് ബുക്സും ഒബിച്വറീസ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ജനുവരി 2025 പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് ബുക്സ് നോക്കാം. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിത്യ മരിയം ജോണിന്റെ കിച്ചൺ പോയംസ്. സോ കിച്ചൺ പോയംസ് ഓർഡർ ചെയ്തേക്കുന്ന ആരാണ്? നിത്യ മരിയം ജോൺ. ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് റെഡ് റിവർ ആണ്. കിച്ചൺ പോയംസിൽ വേഴ്സസ്, മെമ്മറീസ്, റെസിപ്പീസ് ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഉള്ളത്. സോ കിച്ചൺ പോയം ആരുടെ ബുക്കാണ്? നിത്യ മരിയം ജോൺ. അടുത്ത ബുക്ക് നോക്കാം. ഹാർട്ട് ആൻഡ് ഹീറോസ് ലൈവ്സ് ദാറ്റ് ഷേപ്ഡ് അസ്. ഈ ബുക്ക് റിലീസ് ചെയ്തത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. സോ ഹാർട്ട് ആൻഡ് ഹീറോസ് ലൈവ്സ് ദാറ്റ് ഷേപ്ഡ് അസ് എന്ന ബുക്ക് ആരെഴുതിയാണ്? കുൽഭൂഷൺ കുമാർ. സോ കുൽഭൂഷൺ കുമാറിന്റെ ഹാർട്ട് ആൻഡ് ഹീറോസ് ലൈവ്സ് ദാറ്റ് ഷേപ്ഡ് അസ്. ഈ ബുക്കിൽ ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ പോയറ്റിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ആണ് ഉള്ളത്. സോ ഹാർട്ട് ആൻഡ് ഹീറോസ് ലൈവ്സ് ദാറ്റ് ഷേപ്ഡ് അസ് ആരുടെയാണ്? കുൽഭൂഷൺ കുമാർ. അടുത്ത ബുക്കിന്റെ പേര് ദ ന്യൂ ഐക്കൺ സർവർക്കർ ആൻഡ് ദ ഫാക്ട്സ് ബൈ അരുൺ ഷൗറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ദ ന്യൂ ഐക്കൺ സർവർക്കർ ആൻഡ് ദ ഫാക്ട്സ്. എഴുതിയത് അരുൺ ഷൗറി. അരുൺ ഷൗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷനും പിന്നെ ഒരു എക്കണോമിക്സ്റ്റ് കൂടിയായിരുന്നു. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത് പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണ്. ഈ ബുക്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിനായക് ദാമോദർ സർവർക്കർ അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്ഷ്യൽ ലെഗസി അതിനെ പറ്റിയിട്ടാണ് ദ ന്യൂ ഐക്കൺ സർവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന് പറഞ്ഞ ബുക്ക് പറയുന്നത്. ബുക്ക് ഓർഡർ ചെയ്തേക്കുന്നത് അരുൺ ഷൗറി. നെക്സ്റ്റ് ബുക്ക് ഐ ആം എന്ന് പറഞ്ഞ ബുക്കാണ്. അതിന്റെ ഓർഡർ ഗോപിചന്ദ് പി ഹിന്ദുജ. അദ്ദേഹം ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ്. സോ വൈസ് പ്രസിഡന്റ് ആണ് ഈ ബുക്ക് ലോഞ്ച് ചെയ്തത്. ബുക്കിന്റെ പേരെന്താണ്? ഐ ആം, ഗോപിചന്ദ് പി ഹിന്ദുജയുടെ. നെക്സ്റ്റ് ബുക്ക് നോക്കാം. ഐ ആം എ സോൾജിയേഴ്സ് വൈഫ്. ആ ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? ഗീതിക ലിഡർ. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബ്രിഗേഡിയർ LS ലിഡറിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ബുക്ക് എഴുതിയേക്കുന്നത്. സോ ഗീതിക ലിഡർ അദ്ദേഹം ലേറ്റ് ബ്രിഗേഡിയർ ലഖ്വീന്ദർ സിംഗ് ലിഡറിന്റെ വൈഫാണ്. സോ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് അതിനൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഐ ആം എ സോൾജിയേഴ്സ് വൈഫ് എന്ന ബുക്ക് ഗീതിക ലിഡർ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ബുക്ക് ലൈഫ് ഓൺ മാസ് കളക്റ്റഡ് സ്റ്റോറീസ്. ആ ബുക്കിന്റെ ഓദർ നമിത ഗോഖലെ. ഇത്രയായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ബുക്സ്. ഇനി നമുക്ക് ഒബിച്ചറീസ്, ഫെബ്രുവരിയിലെ ഒബിച്ചറീസ് നോക്കാം. വെറ്ററൻ ആകാശവാണി ന്യൂസ് റീഡർ വെങ്കട്ടരാമൻ പാസസ് അവേ അറ്റ് 102. സോ RS വെങ്കടരാമൻ അദ്ദേഹം ഒരു ആകാശവാണി ന്യൂസ് റീഡറാണ്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്ത സമയത്ത് ആ ന്യൂസ് തമിഴിൽ ആദ്യമായിട്ട് പറഞ്ഞത് RS വെങ്കടരാമനാണ്. ഫസ്റ്റ് വോയിസ് ഇൻ തമിഴ് to convey momentous news of India attaining independence on 15th August 1947. RS വെങ്കടരാമൻ. അടുത്ത് നോക്കാം. ഹലാക്കി ഫോക്ക് ആർട്ടിസ്റ്റ് പത്മശ്രീ സുക്രാജി ഈസ് നോ മോർ. പത്മശ്രീ സുക്രാജി ആരാന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഹലാക്കി ഫോക്ക് സോങ്ങിൽ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. 2017 പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പിന്നെ ആന്റി ലിക്കർ പ്രൊട്ടസ്റ്റ് ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുക്രി ബമ്മഗൌഡ എന്ന സുക്രാജി. സോ ഹലാക്കി ഫോക്ക് സോങ്സ് എവിടത്തെയാന്ന് കൂടി അറിഞ്ഞിരിക്കുക, കർണാടകയിലാണ്. ഓക്കെ. അടുത്തത് വെറ്ററൻ ആക്ടിവിസ്റ്റ് തപൻ ബോസ് പാസസ് അവേ. തപൻ ബോസ്. സോ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റും പീസ് മേക്കർ ഒക്കെ ആയിരുന്നു. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ കോൺഫ്ലിക്റ്റ് ഹിറ്റ് സോൺസ് പിന്നെ നക്സൽ ഡോമിനേറ്റഡ് ഡിസ്ട്രിക്ട്സ് അവിടെയൊക്കെ ലൈഫ് ലോങ് ക്യാമ്പയിൻ ചെയ്ത് പീസ് മേക്കാൻ ശ്രമിച്ച ഒരാളാണ് തപൻ ബോസ്. അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നവീൻ ചൗള പാസസ് അവേ. നവീൻ ചൗള എന്ന് പറയുന്നത് ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. 2009 തൊട്ട് 2010 വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് സെർവ് ചെയ്ത ആളാണ് നവീൻ ചൗള. നമ്മുടെ 2009 ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ ഓവർസേർവ് ചെയ്ത ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു നവീൻ ചൗള. ദെൻ മുംബൈ ക്രിക്കറ്റ് സ്റ്റോൾവാർട്ട് മിലിന്ദ് റെഡ്ജ് പാസസ് അവേ. മിലിന്ദ് റെഡ്ജിനെ മുംബൈയുടെ ക്രിക്കറ്റ് എൻസൈക്ലോപീഡിയ എന്നാണ് അറിയപ്പെടുന്നത്. മുംബൈ ക്രിക്കറ്റിന്റെ സ്റ്റോൾവാർട്ട് ആയിരുന്നു അദ്ദേഹം. സോ അദ്ദേഹം അന്തരിച്ചു. ദെൻ അടുത്ത ന്യൂസ്, ഫോർമർ ജർമ്മൻ പ്രസിഡന്റ് ഹോർസ്റ്റ് കോഹ്ലർ ഡൈസ് അറ്റ് 81. സോ
സോ ഹോസ്റ്റ് കോഹ്ലർ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ജർമ്മൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം നമ്മുടെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഹെഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഹോസ്റ്റ് കോഹ്ലർ ആരാണ്? ഒരു ജർമ്മൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. അഗാ ഖാൻ, സ്പിരിച്വൽ ലീഡർ ഓഫ് ഇസ്മയിലി മുസ്ലിംസ്, ഡൈസ് അറ്റ് 88. അഗാ ഖാൻ എന്ന് പറയുന്നത് പ്രിൻസ് കരീം അൽ ഹുസൈനി, അതാണ് ഈ അഗാ ഖാൻ 4ന്റെ റിയൽ നെയിം. അദ്ദേഹം പ്രോഫറ്റ് മുഹമ്മദിന്റെ ഒരു ഡയറക്റ്റ് ഡിസെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ 49th ഹെറിഡിറ്ററി ഇമാമു കൂടിയാണ്. ദെൻ അഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്ക്, അതിന്റെ ഫൗണ്ടറും ചെയർമാനും കൂടിയായിരുന്നു അഗാ ഖാൻ. ഒരു ഫിലാന്ത്രോഫിസ്റ്റ് കൂടിയായിരുന്നു. ദെൻ 49th ഹെറിഡിറ്ററി ഇമാമും ആയിരുന്നു. അടുത്തത് സാം നജൂമ, നമീബിയാസ് ഫിയറി ഫ്രീഡം ഫൈറ്റർ ആൻഡ് ഫസ്റ്റ് പ്രസിഡന്റ്, ഡൈസ് ഏജ് 95. സാം നജൂമ എന്ന് പറയുന്നത് നമീബിയയുടെ ആദ്യത്തെ പ്രസിഡന്റും പിന്നെ നമീബിയൻ ഫാദർ ഓഫ് ദ നേഷൻ കൂടിയാണ്. സോ അദ്ദേഹം അന്തരിച്ചു. വൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യപ്പെട്ട ആഫ്രിക്കൻ ലീഡർ കൂടിയായിരുന്നു സാം നജൂമ. അപ്പോഴത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിന്റൺ അദ്ദേഹത്തിനെ ജോർജ് വാഷിംഗ്ടൺ ഓഫ് നമീബിയ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം ആരായിരുന്നു ഓർത്തിരിക്കുക, നമീബിയയുടെ ഫസ്റ്റ് പ്രസിഡന്റും ഫാദർ ഓഫ് ദ നേഷനും. പിന്നെ ലാസ്റ്റ് ഒബിച്ചറിയാണ് ന്യൂട്ടല്ല ഇൻവെന്റർ ഫ്രാൻസിസ്കോ റിവെല്ല, പാസസ് അവേ അറ്റ് ദ ഏജ് ഓഫ് 97. സോ നമ്മുടെ ന്യൂട്ടല്ലയുടെ ഇൻവെന്റർ ആരാണ്? ഫ്രാൻസിസ്കോ റിവെല്ല. അദ്ദേഹം 97ാമത്തെ വയസ്സിൽ അന്തരിച്ചു. സോ ആ പേര് ഓർത്തിരിക്കുക, ഫ്രാൻസിസ്കോ റിവെല്ല. ഇത്രയായിരുന്നു നമ്മുടെ ഒബിച്ചറീസും ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ബുക്സും വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ബാക്കി നമ്മുടെ ഫെബ്രുവരിയിലെ ടോപ്പിക്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കാണുക. ഓക്കെ, താങ്ക് യു.